1990-കളിൽ നടക്കുന്ന ഒരു കുറ്റാന്വേഷണ കഥയിലൂടെ രാഘവൻ ദൈവം എന്ന മനുഷ്യനെയും അപരിചിതമായ അയാളുടെ ജീവിതയാത്രകളെയും അറിയാൻ ശ്രമിക്കുകയാണ് ഈ അവതരണം. അവനവനെ തിരഞ്ഞുള്ള യാത്ര. അമ്മയെ വിട്ട് അമ്മയെ തേടിപ്പോയ ദൈവക്കള്ളനായ രാഘവൻ്റെ ജീവചരിത്രമാണ്. രണ്ടമ്മമാരും മഹാകാലവും ചേർന്ന് വളർത്തിയ നിഗൂഢ ജ്ഞാനത്തിൻ്റെ കഥ. ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ കെട്ടുകൾ അഴിച്ചഴിച്ച് അരൂപിയായി പരക്കുന്ന കഥ. അതുകൊണ്ട് തന്നെ രാഘവൻ ദൈ ഒരു കഥയല്ല, ഒരു അനുഷ്ഠാനമാണ്. കഥകൾക്കപ്പുറത്തേക്ക്, ജീവിതത്തിനും മരണത്തിനും അപ്പുറത്തേക്ക് ഒരു യാത്ര. രാഘവൻ ദൈ. രചന സംവിധാനം എമിൽ മാധവി. അവതരണം അൽക്കൂസ് തിയേറ്റർ, ദുബായ്. ഒന്നാം ദിവസം ആഴത്തിനു മീതെ വെളിച്ചമിറ്റു വീഴ്ച. ദൈവം ഇരുളും വെളിച്ചവും തമ്മിൽ വേർതിരിച്ചു. സന്ധ്യയായി ഉഷസ്സായി ഒന്നാം ദിവസം. രണ്ടാം ദിവസം വിധാനത്തിൽ വെളിച്ചത്തിന്റെ മുറിവ്. സന്ധ്യയായി ഉഷസ്സായി രണ്ടാം ദിവസം. മൂന്നാം ദിവസം ജീവന്റെയും മരണത്തിന്റെയും വെളിച്ചമിറ്റു വീഴും. നാലാം ദിവസം, അഞ്ചാം ദിവസം, ആറാം ദിവസം, ഏഴാം ദിവസം, 8, 9, 10, 11, 12, 13, 14. അങ്ങനെ 14-ാം ദിവസം പൂർണ്ണ വെളിച്ചം, വെളുത്തവാവും. ദൈവം അരുൾ ചെയ്തു, മരണത്തിന്റെ തോട്ടത്തിലേക്ക് സ്വാഗതം. മരണത്തിന്റെ തോട്ടത്തിലേക്ക് സ്വാഗതം.
തുടുക്കാത്ത എന്റെ ഊക്കൻ ഉടലുമായി ഞാൻ മരണത്തിന്റെ തോട്ടത്തിലേക്ക് തെളിഞ്ഞു വരും. അരയിൽ കൈതച്ചക്ക മുളച്ച ഒരാളെ പോലെ ഞാൻ മരണത്തിൽ നടക്കാൻ പഠിക്കുന്നു. ചാവാൻ നേരം പടച്ചോൻ ചെവിയിലോതി മണ്ണിലേക്കും റൂഹന്നിലേക്കും ചേരട്ടെ. കാണാനായിട്ട് പോലീസ് വരട്ടെ. എങ്ങനെ ചത്തെന്ന് പറയാൻ പറ്റൂല. ഇനി ഇങ്ങോട്ട് നിർത്തി കടത്തിയിട്ട് വേണം നമ്മളെ പിടിച്ചോണ്ട് പോവാൻ. എല്ലാം ഓൻ പറഞ്ഞാലും കാര്യമുണ്ട്. നിങ്ങൾ നോക്ക്, ഓരെന്തെങ്കിലും വ്യത്യാസം കണ്ടില്ലേ? എന്തായാലും ഇത് പാമ്പ് കടിച്ചതല്ല. എല്ലാം മരക്കുറ്റിന്റെ ഉറപ്പുള്ള മനുഷ്യരാ. പടച്ചോ വിളിച്ചാ പിന്നെ എന്താ മരക്കുറ്റിന്റെ ഉറപ്പ്? ജീവൻ കാറ്റായി പോവില്ലേ ആർക്കായാലും? ഏതായാലും പോലീസ് വരട്ടെ, ബാക്കി ഓടി നോക്കിയോളൂ. സതീശ പോലീസ് ജാനുശ്രീ നിങ്ങളെന്നാ ഇരിക്കുന്നത്? നീ പോടാ. ചത്താലും ഉടലുമുണ്ടോ? മരിച്ചു കിടക്കാൻ വേണ്ടി മാത്രം ഒരാൾ നടക്കുന്നതിൻ്റെ ഒച്ച, കൈതച്ചക്കയുടെ പഴുത്ത മണം, ഉടലിനും മണ്ണിനും ഇടയിലുള്ള വിടവുകൾ, പഴുത്തടക്കകൾ വീണുരുളുന്നതിൻ്റെ ഇളക്കങ്ങൾ, പാമ്പൂരിയിട്ട പഴയ കുപ്പായം, അരിച്ചെടുത്ത ഉച്ചവെയിൽ, മരിച്ചുപോയവരുടെ ഓർമ്മകൾ വാഴനാര് പോലെ നനഞ്ഞതാണ്.
ഉണങ്ങിയാൽ പൊട്ടിപ്പോവാത്തത്ര ഉറച്ചതും മരിച്ചു കിടക്കാൻ വേണ്ടി മാത്രം ഒരാൾ നടക്കുന്നതിന്റെ ഒച്ച. മരിച്ചു കിടക്കാൻ വേണ്ടി മാത്രം ഒരാൾ നടക്കുന്നതിന്റെ ഒച്ച. മരിച്ചു കിടക്കാൻ വേണ്ടി മാത്രം ഒരാൾ നടക്കുന്നതിന്റെ ഒച്ച. മരിച്ചു കിടക്കാൻ വേണ്ടി മാത്രം. മരിച്ചു കിടക്കാൻ വേണ്ടി മാത്രം. മരിച്ചു കിടക്കാൻ വേണ്ടി മാത്രം ഒരാൾ നടക്കുന്നതിന്റെ ഒച്ച. ഒച്ച 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 ഒച്ച. മരിച്ചു കിടക്കാൻ വേണ്ടി മാത്രം ഒരാൾ നടക്കുന്നതിന്റെ ഒച്ച. Attention! Scientists! FIO! The first information report! എടോ, അവരെന്തിനാ അവിടെ നിൽക്കണേ? എത്രയും വേഗം അവരെ അവിടുന്ന് മാറ്റി. എന്നിട്ട് ഈ ഏരിയ ക്ലിയർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യും. വേഗം ചെല്ല്. നിങ്ങൾ ചെല്ല്. ബാബുല, ബോഡി ചെക്ക് ചെയ്യും. എന്തെങ്കിലും മാർക്കുകൾ വല്ലതും ഉണ്ടെങ്കിൽ അടയാളപ്പെടുത്തും. മരിച്ചത് നിങ്ങളുടെ ആരെങ്കിലും ആണോ? എന്റെ ആരുമല്ല. പിന്നെ എന്തിനാ നിങ്ങൾ അവിടെ കുത്തിയിരിക്കണേ? അത് ഞാൻ വെറുതെ ഇരുന്നതാ സാറേ. എന്നാ അങ്ങോട്ട് മാറിയിരിക്കും. അതെ സാറേ, സാറേ പിന്നീണ്ടല്ല മൂപ്പരെന്തോ പറയുന്ന പോലെ. ആര്? മൂപ്പര് നിങ്ങൾ എണീറ്റ് അങ്ങോട്ട് മാറിയേ. അങ്ങോട്ട് മാറിയേക്കാം. അങ്ങോട്ട് മാറിയേക്കാം. അങ്ങോട്ട് ഈ കൂട്ടത്തിൽ ആരാ ബോഡി ആദ്യം കണ്ടേ? അവിടെ കിടന്ന് കുശിച്ചിട്ട് എന്നോട് പറ, ആരാ ബോഡി ആദ്യം കണ്ടേ? നീയാണോ? നിന്റെ പേരെന്താ? ഞാൻ സതീശൻ. നീയാണോ ബോഡി ആദ്യം കണ്ടേ? അല്ല സാറേ, ജാനിച്ച. ആരാ ജാനു? ആരാ? ഞാനാണ് സാറേ. എടോ, മൊഴി എടുക്കണോ നിന്റെ? നിങ്ങളാണ് ആദ്യം ബോഡി കണ്ടത്? സാറേ ഞാനിവിടെ അടക്ക വറക്കാൻ വന്നതാണ്. അടക്ക വരക്കാൻ വന്നപ്പം കൈതക്കാട്ടില് ഹാജിയാര് ചത്തെടുക്കുന്നത്. ഈ കാണുന്ന പറമ്പ് നിങ്ങളുടെയാണോ? പറമ്പല്ല, പറമ്പ് ഹാജിയാരതാ. പിന്നെന്തിനാ നിങ്ങളോട് അടക്ക വരക്കാൻ വരുന്നത്? വീണടക്കെല്ലാം പറക്കിക്കൊണ്ട് ഹാജിയാരനോട് പറഞ്ഞിട്ട് വേണമെന്ന് ചോദിച്ചോക്ക്. ഈ ഹാജാരും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്ത് ബന്ധം? ജാനുജി ബന്ധം കൊണ്ട് ഇപ്പൊ പറഞ്ഞു. എനിക്കാ പറ്റിട്ടുണ്ടാ എന്റെ പൊണ്ണ് സാറേ. എനിക്ക് മൂപ്പരായിട്ട് ഒരു ബന്ധുവില്ലേ. ഇവൻ കാണാനാണ്. എനിക്കൊരു ബന്ധുവില്ല സാറേ. അങ്ങോട്ട് മാറിയേക്കാം. അങ്ങോട്ട് മാറിയേക്കാം. നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് മാറിയേക്കാം. പ്രേത വിചാരണ. എത്ര സാർ? 170. 70. ബാബുല, എഞ്ചിന്റെ ഭാഗത്തേക്ക് സാർ നോട്ട് ചെയ്യുന്നുണ്ട് സാർ. മുകളിലെ പാടുകൾ. മരണത്തിന്റെ പൈനാപ്പിൾ ദൃശ്യം. കൈതച്ചക്കയുടെ പഴുത്ത മണം. മരിച്ചു കിടക്കാൻ വേണ്ടി മാത്രം ഒരാൾ നടക്കുന്നതിന്റെ ഒച്ച. മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ഇയാളുടെ ഓർമ്മയിൽ ഇതല്ലാതെ മറ്റെന്തോ ഒന്നും കൂടിയുണ്ട്. മരിച്ചുപോയവരുടെ ഓർമ്മകൾ വാഴനാരുപോലെ നനഞ്ഞതാണ്. ഉണങ്ങിയാൽ പൊട്ടിപ്പോവാത്തത്ര ഉറച്ചതും. ഇവിടെ അന്വേഷണം നടക്കണ കണ്ടില്ലേ? ഹാജിയുടെ ബന്ധുക്കൾ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? നിങ്ങളുടെ പേര്? നിങ്ങളുടെ മരിച്ചാൽ നിങ്ങളുടെ ആരാണ്? നിങ്ങളുടെ ഭർത്താവിന്റെ പേര്? ഹാജിയാർക്ക് എന്തെങ്കിലും
അങ്ങനെ അസുഖമൊന്നുമില്ലായിരുന്നു സാറേ. പിന്നെ കഴിഞ്ഞ 2 ദിവസമായിട്ട് രാത്രി അമ്മ ടോർച്ച് എടുത്ത് ഈ പറമ്പിന്റെ അങ്ങേയറ്റത്തേക്ക് പോണതാണ്. അത് കഴിഞ്ഞ പിന്നെ വെട്ടം കാണില്ല. ഈ പുഴ കടന്ന് എങ്ങോട്ടോ പോകുന്നുണ്ടെന്ന് നമുക്ക് തോന്നിയത്. 2 ദിവസം പൊലിച്ചേക്ക പുഴയിലെത്തിയത്. എവിടേക്കാ രാത്രി പോയെന്ന് നിങ്ങൾ ആരും ചോദിക്കാറില്ലേ? എങ്ങനെയാ ചോദിക്കുക സാറേ? ഒരേറെ കാരണവരല്ലേ മൂപ്പര്. എന്നിട്ടും എന്റെ കമ്മടിച്ച് മടിച്ച് ചോദിച്ചേക്കണം, വായിച്ച് എങ്ങോട്ടാ രാത്രി പോയേക്കണേന്ന്. എന്നിട്ട് സാധാരണ അങ്ങനെ എന്തേലും ചോദിച്ച ഒന്നും മിണ്ടാണ്ട് ചോദിച്ചൊരു ദഹിച്ചു പോണൊരു നോട്ടം നോക്കും. പക്ഷേ ഇത്തവണ ഒരു ദേഷ്യമില്ലാണ്ട് സ്നേഹത്തിലാ പറഞ്ഞത്. പടച്ചോനെ കാണാൻ ആ രാത്രി പോയി. പോരെങ്കിൽ പൊരയിലേക്ക് കയറും മുമ്പ് ഇക്കാന്റെ തൊടുകയും ചെയ്തു. ഇയാൾക്ക് മാനസികമായിട്ട് വല്ല അസുഖമുണ്ടോ? അങ്ങനൊന്നും ഇല്ലായിരുന്നു സാർ. അതിവില്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു വായിച്ചിക്ക്. മക്കളോടും ഞങ്ങളോടും ഒക്കെ ഇതുവരെ കാണിക്കാത്ത സ്നേഹം കഴിഞ്ഞ 2 ദിവസം കാണിച്ചിട്ടാ സാറ് വായിച്ചു പോയത്. സ്നേഹം കാണിക്കാത്തൊരു സ്നേഹം കാണിക്കുമ്പോ അത് ഭ്രാന്താണെന്ന് ഏത് മനുഷ്യനും തോന്നി പോകും സാറേ. അതെ, നിങ്ങളെല്ലാവരും അന്വേഷണത്തോട് സഹകരിക്കണം. നിങ്ങളെല്ലാവരും അങ്ങോട്ട് മാറിക്കണം. എടോ വന്നടോ. സാറേ സാറേ മുണ്ട് ശ്രദ്ധിച്ചോ? എന്തിയടോ സാറേ ഇടത്തോട്ട് ചുറ്റി വരും വലത്തോട്ട് ചുറ്റിയിരിക്കുന്നത്. അതിനിപ്പോ എന്നാ? സാറേ ആചാരം മുണ്ട് ഇടത്തോട്ടേ ചുറ്റൂ. ഞങ്ങൾ ഇത്രയും കാലം അവനെ കണ്ടിട്ടുള്ളൂ സാറേ. ഇതിലെന്തോ പന്തികളുണ്ട്. സാറേ സാറേ അതുണ്ടല്ല ഹാജിയാരെ പിറന്ന പടി ഉടുതുണി ഇല്ലാണ്ട് ഈ കൈതക്കാട്ടിൽ കിടന്നിന്. ഈ സതീശനാണ് നാട്ടുകാർ കാണുന്നതിന് മുന്നേ ഓന്റെ മുണ്ടൂരിട്ട് ഹാജിയാരെ ഒടിപ്പിച്ചിട്ട്. സാറേ ഈ ജാതി വെച്ചിന്റെ ആർപ്പ് കേട്ടിട്ടാ ചോറ്റു കുത്തിയ കൈയും കൊടുത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നത് സാറേ. ഈ പരിസരത്ത് തുണിന്റെ ഒരു കഷ്ണം പോലും എനിക്ക് കാണാൻ പറ്റില്ല സാറേ. ആചാരം പോരയിൽ ഉറങ്ങുമ്പോൾ പോലും വെള്ള ഷർട്ടും മുണ്ട് കൊടുത്തിട്ട് ഉറങ്ങുക. അതുകൊണ്ടാണ് സാറേ ഞാൻ ഈ മുണ്ടൂരി അയാളെ ഉടുപ്പിച്ചത്. വേറെ അതായത് തുണി ഇല്ലാതെയാണ് ഇയാൾ ഇവിടെ മരിച്ചു കിടന്നത് അല്ലേ? അതെ സാറേ അതെ. ഉള്ളിന്റെ ഇലയിൽ പൊതിയാൻ വെച്ച ഈ 83 കിലോ ഇറച്ചി ഉടുതുണിയില്ലാതെ കിടക്കുന്നതിന്റെ ചിത്രം തോറ്റം പാടുന്ന നാവ് കൊണ്ട് ചാരു വരച്ചിട്ടു. ബാഹുലന്റെ കണ്ടെത്തലും ചാരുവിന്റെ മൊഴിയും പരസ്പരം ഏതോ രഹസ്യം കൈമാറുന്നതായി എല്ലാവർക്കും തോന്നി. എന്റെ മരണം ഒരു കൊലപാതകമാണോ? ആണെങ്കിൽ ആരായിരിക്കും എന്നെ കൊന്നത്? ആരായിരിക്കും? 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 Allah,
ശരി, തുണിയില്ലാതെയാണ് അയാൾ മരിച്ചു കിടന്നത്. സാറേ, അയാളെടുത്ത തുണി എവിടെ പോയി? കാണാതെ പോയ ഈ തുണിയും ഇയാളുടെ ഈ രാത്രിയിലെ നടത്തവും ഈ മരണവും തമ്മില് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിലോ സാറേ? എന്തൊക്കെയാണോ ബാബുലേ പറയണേ? എടോ, ഒന്നോടെ തപ്പ്. ഈ പരിസരം മൊത്തം അരിച്ചു പറക്കണം. ആ പുഴവക്കത്ത് നോക്കണം. ഒന്നും വിട്ടുകളയരുത്. ബാബുല തുടങ്ങിക്കോ ഇപ്പൊ തന്നെ. ഞാൻ നോക്കണോ? അവിടെ നോക്കിയോ? നോക്കണോ അവിടെ? സാറേ, ഇല്ല സാർ, അവിടെ ഒന്നുമില്ല. അവിടെ നോക്കണോ? എല്ലാം നിൽക്കണോ? ഇല്ല സാറേ. സാറേ, നീ ആ പുഴവക്കത്ത് കൊണ്ടു വേഗം ചെല്ലും. ശരി സാറേ. സൂക്ഷിച്ചു പോടോ. സാറേ, എന്തോ കേട്ടോ? സാറേ, മുണ്ടും കുപ്പായ അരപ്പട്ടിയും കൂടെ ഒരു റാഡോ വാച്ചും. എന്റെ ഭഗവതി, മാപ്പിളയുടെ മുണ്ടും സ്വർണത്തിന്റെ വാച്ചും. സാറേ, എന്താണ് സാറേ? മുണ്ട് മുഴുവനും ചോരയാണോ? അല്ല സാറേ, ചോര പടർന്ന പോലെ മുറുക്കി തുപ്പിയിരിക്കുന്നു. ഇതൊരടയാളമാണ്. കൃത്യം കഴിഞ്ഞ് മുറുക്കി തുപ്പുന്ന ഒരുത്തനെയുള്ള ഈ നാട്ടിൽ രാഘവൻ. മുറുക്കി തുപ്പുന്ന രാഘവൻ കള്ളൻ. തിരിച്ചിറങ്ങുമ്പോൾ ദൈവത്തിന്റെ വിലാസത്തിൽ തകിടിൽ കത്തെഴുതി അതിൽ മുറുക്കി തുപ്പി ഭണ്ഡാരത്തിലിടും. കൊലപാതകിയാണോ ഇനിയിപ്പോ ദൈവമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെങ്കിൽ എനിക്ക് ഒരു കാര്യം അറിയാം, ഓൻ
നിങ്ങളൊക്കെ വിചാരിക്കും പോലെ കള്ളും കുടിച്ച് നടക്കുന്ന ഒരുത്തനല്ലാന്ന്. ഞമ്മക്കറിയാത്ത പലതും ഓനറിയാം. ഓൻ വെറും രാഘവനല്ല. രാഘവനെ നിങ്ങൾക്കാർക്കും തിരിഞ്ഞിട്ടില്ല മക്കളെ. രാഘവൻ അന്തർമാപ്പിളയോടുള്ള പക നാട്ടിലെല്ലാവർക്കും അറിയാവുന്നതാ. അന്തർമാപ്പിളയെ കൊന്നത് രാഘവൻ തന്നെ. അതെ, അന്തർമാപ്പിളയെ കൊന്നത് രാഘവൻ തന്നെ. അന്തർമാപ്പിളയെ കൊന്നത് രാഘവൻ തന്നെ. രാഘവൻ ആരെയും കൊല്ലൂല. ഹാജിയാരെ കൊല്ലാൻ മാതങ്കിയുടെ മോന് പറ്റൂല. മാതങ്കി, നീ ഇത് കേട്ടാ? നാട്ടുകാര് പറയുന്നത് കേട്ടാ? ഹാജിയാരെ നിന്റെ മോൻ കൊന്നിനാലും എന്റെ ഭഗവതി മാതങ്കിയുടെ മോനെ കാത്തോളേ. രാഘവനെ നോക്കിക്കാണോ? സമയയുടെ കളിയല്ല. ഓൻ ചിലപ്പോ മക്കളെ കണ്ടോണ്ട് കഴിയും. ഓനിപ്പൊക്കെ വരും. മാതങ്കിക്ക് സുഖം. ആചാര്യ കളി പോയിട്ട് ഓന് വിശക്കുന്നില്ല രാഘവ. അമ്മ കഞ്ഞി എടുത്തിട്ടൊക്കെ ചെല്ലി ചെല്ലി കുളിച്ചിട്ട് വാ കേട്ടോ. ചെല്ലടാ. മോനെ, ഈ പാമ്പയെ കണ്ടോ? നമ്മളൊന്നും ചെയ്യൂല രാഘവ. രാഘവ, മാതങ്കീന്റെ മോന് പാമ്പിനെ പേടിന്ന് പറഞ്ഞാൽ നാട്ടുകാർ ചിരിക്കൂല രാഘവ. ശ്രീനാഗരാജ വാഴുക. ശ്രീനാഗരാജ വാഴുക. ശ്രീനാഗയക്ഷിയമ്മ വാഴുക. ശ്രീനാഗയക്ഷിയമ്മ വാഴുക. ശ്രീ ഭഗവതി വാഴുക. ശ്രീ ഭഗവതി വാഴുക. വാഴുക വാഴുക. വാഴുക വാഴുക. പാമ്പിനെ കണ്ട് പേടിച്ച രാഘവനും ഞാൻ തന്നെ. ദൈവക്കള്ളനെന്നും ആളുകൾ കൊലപാതകിയെന്നും പറയുന്ന രാഘവനും ഞാൻ തന്നെ. എന്നാൽ
നിങ്ങളുടെ കഥയിൽ ഇല്ലാത്തൊരു രാഘവനുണ്ട്. ഇത്രയും നേരം രാഘവന്റെ കഥ പലരും പറഞ്ഞു. എന്നാൽ എന്റെ കഥ പറയാൻ ഇവരാരും വേണ്ട. കഥ പറയാനും കഥയാവാനും അവൾ വരും. അവൾ പ്രപഞ്ചത്തെ ഉടുക്കുന്നവൾ, ശൂന്യാകാശം ധരിക്കുന്നവൾ, അവൾ തന്നെ കാലം, അവൾ തന്നെ സമയം, അവൾ പരമമായ ലഹരി, അവൾ മറ്റൊന്നല്ലാത്തവൾ. പാല് വേണോ രാഘവ?
രാഘവ, നീ കാണുന്നുണ്ടോ രാഘവ? നിന്നെ രാഘവ മോനെ, നീ സ്വപ്നം കണ്ടതാ രാഘവ? രാഘവ, രാഘവ മോനറിയോ, ഭഗവതി കുളിക്കാൻ പോകുന്ന നേരത്ത് ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുട്ടികളുടെ സ്വപ്നത്തിൽ പാമ്പായും ഉഗ്രരൂപിയായും നാഗയക്ഷിയായും ഒക്കെ വരും. എന്തിനാന്നറിയോ? പേടി മാറി ധൈര്യം വരുന്നുണ്ടോ എന്ന് ഭഗവതി പരീക്ഷിക്കുന്നതാ. ധൈര്യം വന്നു എന്ന് തോന്നിയാ ഭഗവതി നേരിട്ട് മുന്നിൽ വരും. എന്നിട്ട് ചോദിക്കും, രാഘവ നിനക്ക് പേടിയാവുന്നുണ്ടോന്ന്. എന്റെ മോന് പേടിയാവുന്നുണ്ടോ? ഇല്ല അമ്മേ, അമ്മ എന്റെ കൂടെ ഉണ്ടല്ലോ. പേടിക്കില്ല. ശ്രീ നാഗരാജ വാഴുക, ശ്രീ നാഗയക്ഷിയമ്മ വാഴുക, ശ്രീ ഭഗവതി വാഴുക, വാഴുക വാഴുക. അമ്മേ ഭഗവതി, നീ മണ്ണാവുന്നു, നീ വിണ്ണാവുന്നു, നീ തന്നെ പ്രപഞ്ചം, നീ തന്നെ കാലം. നീ എന്റെ രാഘവന്റെ പേടി മാറ്റി നീ നിന്റെ പൈതലിനെ കാത്തോളണേ. പാതീരി കുന്നത്തെ രക്ഷകരായുള്ള നാഗങ്ങളെ, ദേവനാഗങ്ങളെ. പാതീരി കുന്നത്തെ രക്ഷകരായുള്ള നാഗങ്ങളെ, ദേവനാഗങ്ങളെ. കളി അറിയാത്തവരോടാണ്. കള്ളനും പോലീസ് കളിയുടെ മുന്തിയ രൂപമാണ് രക്ഷ. രക്ഷകളിയിൽ അതിരുകളില്ല. കള്ളന്മാർക്ക് എവിടേക്ക് വേണമെങ്കിലും ഓടാം. അതായത് സാധാരണ കളിയിൽ പോലീസ് കള്ളനെ തൊട്ടാൽ കള്ളൻ പിടിയിലാവും. എന്നാൽ രക്ഷയിൽ പോലീസ് കള്ളനെ കീഴ്പ്പെടുത്തി രക്ഷാകളത്തിലാണ്. പിടിക്കപ്പെടാത്ത ഏതെങ്കിലും ഒരു കള്ളൻ രക്ഷക്കളത്തിനകത്ത് കയറി രക്ഷ എന്ന് വിളിച്ചു പറഞ്ഞാൽ പിടിക്കപ്പെട്ട എല്ലാ കള്ളന്മാരും
പറയാൻ പറ്റുമോ? നീ പറയടാ. പറയാൻ പറ്റുമോ? ഞാൻ ചോദിക്കും. രാഘവ, നിന്റെ അച്ഛന്റെ പേര് അച്ഛന്റെ പേരെന്താ? അമ്മേ, എന്റെ അച്ഛനാരാ അമ്മേ? രാഘവ, നിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഞാൻ തന്നെ. മാതങ്ങിന്റെ മോനാ നീ. അതല്ലല്ലോ ഞാൻ ചോദിച്ചത്. എന്റെ അച്ഛനാരാ അമ്മേ? ഒറ്റ ബുദ്ധിയാ. ഓടാ. എന്റെ അച്ഛന്റെ പേര് വെച്ചാൽ ഞാൻ പറയാം. എന്റെ അച്ഛന്റെ പേര് വേണം. എന്റെ അമ്മയാരാണെന്ന് ഒരുത്തനും ചോദിക്കുന്നില്ല. പിന്നെ എന്തിനാണ് എന്റെ അച്ഛനാരാണെന്ന് മാത്രം ചോദിക്കുന്നത്? ചത്തുപോയി എന്ന് പറയാൻ പോലും എനിക്ക് അച്ഛനില്ല. ഇനി ഞാൻ എന്റെ അമ്മയോട് ചോദിക്കില്ല എന്റെ അച്ഛനാരാണെന്ന്. ചോദിച്ചാലും അമ്മ പറയില്ല. രാഘവനിപ്പോ ചെറിയ കുട്ടിയല്ല. ഓൻ ചോദിക്കുന്നു ഓന്റെ അച്ഛനാരാന്ന്. ഞാനിപ്പോ എന്നാ അവനോട് പറയാ? രാഘവൻ ചോദിക്കുന്നു ഓന്റെ അച്ഛനാരാന്ന്. ഞാൻ അവനോടെന്താ പറയണ്ടേ? ഓന്റെ അച്ഛനാരാന്ന്.
ഇടയ്ക്കിടെ മീൻ വാങ്ങാൻ എവിടുന്നാ കാശെന്ന് ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞേ? കടം വാങ്ങിയാ ഇങ്ങനെയെങ്കിലും കടം വാങ്ങുന്നത് പട്ടിണി കിടന്ന് ചത്താലും നിങ്ങൾ വിളമ്പുന്ന ചോറ് എനിക്കിന് വേണ്ട. രാഘവൻ പൊട്ടനൊന്നുമല്ല. രാഘവ, അമ്മയോട് ക്ഷമിക്കരുതാ പട്ടി. ക്ഷമിക്കാണോ? എങ്ങോട്ടോ പോകുന്ന തീവണ്ടി കയറി എവിടെയോ ഇറങ്ങി. പകലും രാത്രിയും കഴിഞ്ഞു. എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാണ്ടായി. അന്നാണ് ഞാൻ ആദ്യമായി ഭഗവതിയെ കാണുന്നത്. ആളൊഴിഞ്ഞ അമ്പലത്ത് വെച്ച്, സേലത്ത് വെച്ച്. അന്ന് ജീവിതത്തിൽ ആദ്യമായി ഞാൻ മോഷ്ടിക്കാൻ തീരുമാനിച്ചു. हरि हरि त्रय गरि गरि करे असमृत मारन तस. Yes! हरि हरि त्रय गरि गरि करे असमृत मारन तस. சாப்பிடு சீக்கிரம். யாரு நீ? எவ்வளோ பெரிய கேள்விடா இது. ഞാൻ രാഘവൻ. രാഘവൻ, രഘുവിൽ നിന്ന് ഉരുവം കൊണ്ടവൻ, അനുരാഗമുള്ളവൻ. നിങ്ങളുടെ പേരെന്താ? ഉനക്ക് എന്നാ പേര് പിടിക്കും? അത് തായൻ പേര്. ഇഷ്ടമുള്ള പേര് വിളിച്ചോ. എനിക്കറിയില്ല എന്റെ ഭഗവതി.
ഭഗവതി ഭഗവതി കോയിൽ തിരുടും മെനക്ക് പേര് ഭഗവതി കുസ്മരിത്ത കസ്മരൻ മാറി കുസ്തമാരൻ ഹരി ഹരി പ്രേമി കരി 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 അച്ചമരിത്തമാരൻ യെസ് ഹരി ഹരി പ്രേമി കരി 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 അച്ചമരിത്തമാരൻ മക്കളില്ലാത്തൊരു ദുഃഖമൊഴിപ്പാൻ മക്കളില്ലാത്തൊരു ദുഃഖമൊഴിപ്പാൻ മക്കളില്ലാത്തൊരു ദുഃഖമൊഴിപ്പാൻ മക്കളില്ലാത്തൊരു ദുഃഖമൊഴിപ്പാൻ മക്കളില്ലാത്തൊരു അമ്മയെ വിട്ട് അമ്മയെ തേടി വന്നോൻ അമ്മയെ വിട്ട് അമ്മയെ തേടി വന്നോൻ രാഘവ നീ പോരുന്നു എന്റെ കൂടെ എങ്ങോട്ട് അറിയില്ല അറിയില്ല അറിവില്ല അറിയണ്ടേ നിനക്ക് ഒന്നും അറിയില്ലെങ്കിലും നിനക്ക് നിന്നെ അറിയണ്ടേ 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 ഇരുട്ടിൽ നിന്ന് തുടങ്ങാം ഇരുട്ടിലേക്കും വെളിച്ചത്തിലേക്കുമുള്ള യാത്ര അവനിലേക്കും അവളിലേക്കുമുള്ള യാത്ര പ്രപഞ്ചത്തിലേക്കുള്ള യാത്ര പ്രപഞ്ചത്തിലേക്കുള്ള യാത്ര പ്രപഞ്ചത്തിലേക്കുള്ള യാത്ര പ്രപഞ്ചത്തിലേക്കുള്ള യാത്ര സകല ദൈവങ്ങളെയും ചോരണം ചെയ്യുന്ന യാത്ര ഓടി 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 അങ്ങനെ രാഘവൻ ഇവിടെ എത്തി ഇവിടെ എന്നാൽ അവിടെ തന്നെ അന്ന് രാഘവൻ കൊച്ചായിരുന്നു ഇന്നും സ്വന്തം തള്ളയുടെ പാവാടക്കടയിൽ നിന്ന് ആണൊരുത്തൻ ഇറങ്ങി വരുന്നത് കണ്ട ഏത് പൊട്ടനും ചെയ്യുന്നതേ അവനും ചെയ്തുള്ളൂ കിട്ടിയ കല്ലെടുത്തൊരേറെ മാപ്പിളയുടെ നെറ്റി പൊളഞ്ഞു അവൻ ഓടി ജീവിതത്തിലേക്കുള്ള ഊഴെടുത്തു രാഘവ നിനക്ക് പേടിയാവുന്നുണ്ടോ രാഘവ ഹരി ഹരി പ്രേമി ഗരി ഗരി കരി അത്തമരിത്തമാരൻ ജീവിതം ജീവിതം രാഘവന് രണ്ടമ്മമാരെ തന്നു. ഒന്ന് പെറ്റമ്മ മാതങ്കി, രണ്ട് ജീവിതവും മരണവും പഠിപ്പിച്ച ഭഗവതി. അമ്മ മാതങ്കി
എന്നെ പാട്ട് പാടിയും കഥ പറഞ്ഞും ഉറക്കി. ഭഗവതി എന്നെ ഉണർത്തി. ഭഗവതി തന്ന ആ താക്കോൽ കൊണ്ട് ഞാൻ എന്നെ തന്നെ തുറക്കാൻ തുടങ്ങി. ജീവിതത്തിലേക്കുള്ള ഊളിടൽ, ജീവിതത്തിലേക്കുള്ള ഊളിടൽ, ജീവിതത്തിലേക്കുള്ള ഊളിടൽ, ജീവിതത്തിലേക്കുള്ള കുസ്മാരൻ തകസ്മാരൻ മാരി കുസ്തമാരൻ കസ് യുസ് ഹരി ഹരി ത്രൈവിത് ഗരി 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 അത് സമരിത്തമാരൻ തസ് Kasmarin, takasmarin, marit kustamarin, kustamarin. Yes, hari hari trevit gari gari gari, at samrit tamarin tas. Yes, hari hari trevit gari gari gari, at samrit tamarin tas. Yes, hari hari trevit gari gari gari, at samrit tamarin tas. പാവങ്ങളിലോ പിതൃത്വത്തിലോ ആണത്വത്തിലോ വിശ്വസിക്കരുത്. কিছুদিন মনে মনে, কিছুদিন মনে মনে ঘরের কোণে শ্যামের পীড়িত রাগ গোপনে, কিছুদিন মনে মনে ইশারায় কইবি কথা গঠে মাঠে, রাইলো ইশারায় কইবি কথা গঠে মাঠে, দেখিস যেন কেউ না জানে, কেউ না বোঝে, কেউ না শোনে, কিছুদিন মনে মনে, কিছুদিন মনে মনে ঘরের কোণে শ্যামের পীড়িত রাগ গোপনে, কিছুদিন মনে মনে ছড়াই কইবি কথা গঠে মাঠে, দেখিস যেন কেউ না জানে, কেউ না বোঝে, কেউ না শোনে, কিছুদিন মনে মনে, কিছুদিন মনে মনে ঘরের কোণে শ্যামের পীড়িত রাগ গোপনে, কিছুদিন মনে মনে। শ্যামকে যখন രാഘവ, നീ ദൈവത്തെ കണ്ടിട്ടുണ്ടോ രാഘവ? ദൈവം யாரு கடவுள்? யாரடா கடவுள்? പ്രപഞ്ച സൃഷ്ടാവ്. തെറ്റ്. അങ്ങനെ ഒരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ ആ സൃഷ്ടാവിനെ സൃഷ്ടിച്ചതാര്? അറിയില്ല. അറിയില്ല, അറിയില്ല. ആരും ഉരുവാക്കാതെ സൃഷ്ടാവ് ഉരുവായെങ്കിൽ இந்த உலகத்துக்கு எதுக்குடா ஒரு சிருஷ்டாவு? தலைக்கு மேலே இருந்து கணக்கு போடுறதுக்கா? தலைக்கு மேலே இருந்து கணக்கு போடுறதுக்கு ஒரு கடவுள் இல்லை. கடவுள் என்றால் நான் கடவுள், நீ கடவுள், புல்லும் கல்லும் மண்ணும் விண்ணும் கடவுள், சேதனையும் கடவுள், ஜடமும் கடவுள். நான் கடவுள், நீ கடவுள். உடல் என்றால் கோயில். இதம் ശരീരം ക്ഷേത്രമിത്യാഭിധീയതേ, ഇദം ശരീരം ക്ഷേത്രമിത്യാഭിധീയതേ, ഇദം ശരീരം ക്ഷേത്രമിത്യാഭിധീയതേ,
ഇദം ശരീരം ക്ഷേത്രമിത്യാഭിധീയതേ ഇദം ശരീരം ക്ഷേത്രമിത്യാഭിധീയതേ ഇദം ശരീരം ക്ഷേത്രമിത്യാഭിധീയതേ ഇദം ശരീരം ക്ഷേത്രമിത്യാഭിധീയതേ. ക്ഷേത്രമെന്നാൽ ശരീരം. രാഘവ அன்பிருக்குமிடம் அம்பலம். அன்புக்கு ஜாதி கிடையாது, மதம் கிடையாது. நீ என்னோ நான் என்னோ அவன் என்னோ அவள் என்னோ வித்தியாசமே கிடையாது. உடலறிந்து உடலழித்து കളയുക. உடலறிந்து உடலழித்து കളയുക. ഉടൽ என்றால் പ്രപഞ്ചം. സൂര്യനും ചന്ദ്രനും ജലവും അഗ്നിയും ഇരുട്ടും വെളിച്ചവും സ്ത്രീയും പുരുഷനും എല്ലാം ഉടലിൽ ചേർന്നിരിക്കുന്നു. എല്ലാം ഉടലിൽ ചേർന്നിരിക്കുന്നു. ഉടൽ என்றால் പ്രപഞ്ചം. ഉടലറിந்து ഉടലഴിത്ത് കളയുക. ഉടൽ രഹസ്യം അറിந்தாൽ உனக்கு பேர் ராகவன் தெய்வம். ராகவன் தெய்வம். രാഘവൻ ദൈവം. രാഘവൻ ദൈവം. ഞാൻ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ അല്ല. ഞാൻ പരമമായ ആനന്ദം. ഞാൻ പരമമായ ആനന്ദം. ഞാൻ പരമമായ ആനന്ദം. രാഘവ, നീ നിന്നെ കാണാൻ പോകുന്നു. കത്തുന്ന പാതിരാത്രിക്ക് ഭഗവതിയായ എന്നെ പുറത്ത് കാവൽ നിർത്തി ആളൊഴിഞ്ഞ കോയിലിനകത്ത് നീ കയറണം. ഉടൽ തന്നെ കോയിൽ. ജീവിതം അണിയാനുള്ളതല്ല, അഴിച്ചു കളയാനുള്ളതാണ്. ഭാരങ്ങളെ ഊരിക്കളയുമ്പോൾ നാം തമ്മിൽ എന്ത് വ്യത്യാസം? ജീവിതം അണിയാനുള്ളതല്ല, അഴിച്ചു കളയാനുള്ളതാണ്. അഴിച്ചു കളയാനുള്ളതാണ്. ഞാൻ പരമമായ ആനന്ദം. ഞാൻ പരമമായ ആനന്ദം. ഞാൻ പരമമായ ആനന്ദം. ഓദിനം, കടകം, ചടുലം, മണ്ഡലം, വൃത്തചക്രം, സുഖകാളം, വിജയം, വൃക്ഷമോഹനം, അന്യോന്യം, സുരഞ്ജയം,
ദൈവത്തെ കക്കാൻ ദൈവം തന്ന കയ്യാളെ പോലെ ഭഗവതിക്ക് ഞാനും എനിക്ക് ഭഗവതിയും തുണയായി. அரைத்துப்பால் அதிகாரம் கடவுள் வாழ்த்து குறள் 1. அகர முதல் எழுத்தெல்லாம் ஆதி பகவன் முதற்றே உலகு. അകര മുതൽ എഴുത്തെല്ലാം ആദി ഭഗവൻ മുതற்றേ ഉലക്. அறம் என்னால் தர்மம், அரைத்துப்பால் என்னால் தர்ம பிரகரணம். அகஸ்தியர் வர்ம திரைவுகோள், അഗസ്ത്യർ വർമ്മ തിരൈവുകോൾ. படுமர்மம் 12, தொடுமர்மம் 96, தட்டுமர்மம் மகாரகசியம், நோக்குமர்மம் மெய்தீண்டாக்கலே, ஊத்துமர்மம் நாக்குமர்மம், തലേ മുതൽ കഴുത്ത് വരെ 25 മർമ്മം, കഴുത്ത് മുതൽ പൊക്കിൾ വരെ 45, പൊക്കിൾ മുതൽ കൈ വരെ 9, കൈകളിൽ 14, കാലുകളിൽ 15. അഗസ്ത്യർ വർമ്മ തിരൈവുകോൾ. ദൈവമേ അതാ ദൈവമേ. അമ്മയെ വിട്ട് അമ്മയെ തേടി വന്ന രാഘവൻ വളർന്നു. കഴിഞ്ഞ കാലം മുഴുവൻ മാതങ്കി മോനെ രാഘവ എന്ന് മാത്രം ഉരിയാടി. രാഘവനോടൊപ്പം മാതങ്കിയുടെ മനസ്സും അവനെ വിട്ടുപോയി. ഇന്ന് ആ ജീവനും അവരെ വിട്ടുപോകും. ആ
നീയും മനവും ഉരുക്കുന്ന അവസാന വിദ്യ ഭഗവതി ചെവിയിലോതി. അൻപേ ശിവം. അൻപും ശിവവും രണ്ടെന്നോതുന്നോർ അറിവിടാത്തോർ. അൻപും ശിവവും യഥാർത്ഥത്തിങ്കൽ ഒന്നെന്നറിയില്ലാരും. അൻപൊന്നൊരച്ചതാ ശിവത്തെയാണെന്നറിഞ്ഞാൽ അൻപത്രേ ശിവമെന്ന് കണ്ടമഞ്ഞിരുന്നീടും. അൻപേ ശിവം. അമ്മേ அண்டத்து கப்பால கன்ற சுடரினை பிண்டத்துள் பார்ப்பாயடி கூதம்பாய், பிண்டத்துள் பார்ப்பாயடி. அண்டத்து கப்பால கன்ற சுடரினை பிண்டத்துள் பார்ப்பாயடி கூதம்பாய், പോയി വാ മകളെ, பிண்டத்துள் பார்ப்பாயடி. പോയി വാ. தீர்க்க ஆகாயம் தெரியாத தன்மை போல் பார்க்கப்படாதானடி பூதம்பாய், பார்க்கப்படாதானடி. வெட்ட வேலிக்குள் வேறும் பாழாய் நின்றதை പക്ഷികൾ എവിടെ പോയാലും തായ് മരത്തിലേക്ക് തന്നെ തിരിച്ചു വരും. പോയി വാ. தாவரமில்லை தனக்கொரு வீடில்லை, தேவாரம் ஏது பூதம்பாய், தேவாரம் ஏது. என்றும் அழியாமை எங்கும் நிறைவாகி நின்றது பிரம்மமடி பூதம்பாய், நின்றது பிரம்மமடி. என்றும் அழியாமை எங்கும் நிறைவாகி நின்றது பிரம்மமடி பூதம்பாய், நின்றது பிரம்மமடி.
അടുത്തേക്ക് പാഞ്ഞു വരാണ്. എത്ര കാലായി ഈ ഒരു പോക്കങ്ങ് പോയിട്ട്. അന്നെ നമ്മൾ ശരിക്കൊന്ന് കാണട്ടേന്ന്. മാറിപ്പോയിട്ടാ ചങ്ങായി. അല്ല അനക്ക് നമ്മളെ തിരിഞ്ഞിട്ടില്ലേ? സുഖല്ലേ അബ്ദുള്ളേ? തിരിഞ്ഞിക്കണേക്കാ അന്നെ കണ്ട സന്തോഷത്തിൽ നമ്മൾ ചോദിക്കാൻ പറഞ്ഞു, എന്താ പണ്ട് ഈ കോലം? അന്റെ ഈ മുത്തിയും കമ്മലും ഒക്കെ ഉസാറായിക്കണ. ഇതൊക്കെ ഏടുന്ന് കിട്ടുന്ന ചങ്ങായി എനക്ക്. കാണുന്നതും കാണാത്തതും എല്ലാം അമ്മ തന്നതാ. കാണുന്നതും അന്റെ അമ്മ മയ്യത്തായിട്ട് എനിക്കന്നൊന്ന് അറിയിക്കാൻ കഴിഞ്ഞില്ല ചങ്ങായി. ഏടിയാന്ന് ആർക്കെങ്കിലും അറിഞ്ഞല്ല അറിയിക്കുക. ഏടെ ആയിരുന്നു ഇത്രയും കാലം? ഞാൻ എന്നെ തന്നെ തെരഞ്ഞു പോയതാ. അല്ലാ അടപ്പ നന്നായ. എന്നിട്ട് എനക്കെന്നെ കിട്ടിയ. അല്ല അതൊക്കെ പോട്ടെ, എന്താ എന്റെ പരിപാടി ഇന്ന്? ഇന്നിന്റെ പുറയിലേക്ക് പോന്നോളി, നമുക്ക് അറക്കൂടാ. എന്താ അത് വേണ്ട അബ്ദുള്ളേ, ഇന്ന് തെരയാട്ടല്ലേ? ജനസുഹൃത്തി വരുത്തുവാൻ മാതിരാവിൽ ഭൈരവി എല്ലാരും വരെ കാവലുണ്ടാവും. എന്റെ അമ്മ പോയേ പിന്നെ ആ വീടും പുറയിടൊക്കെ കാട് പിടിച്ച് കിടക്കുന്ന ചങ്ങായി. നമുക്ക് നാളെ 2 പണിക്കാരെ വിളിക്കാം, ഞാനും കൂടാം. ഒക്കെ ഒന്ന് വെടുപ്പാക്കാം. അമ്മ അബ്ദുള്ളേ, അമ്മ വല്ലാതെ ബുദ്ധിമുട്ടിയോ? ഈ പോയേ പിന്നെ ഒരാരെ കണ്ടാലും മോനെ രാഘവാന്ന് ചോദിച്ച് കണ്ടിക്കാൻ കഴിയൂല ചങ്ങായി. അങ്ങനെ കൊറേ കാലം പാമ്പ് കടിച്ചതാ. വിഷം തീണ്ടി 2 ദിവസം കഴിഞ്ഞാൽ നാട്ടുകാർ കണ്ടത് പോലും ദുർമരണാന്നും പറഞ്ഞ് കള്ളന്മാര് പോലും ആ വഴിക്ക് പോക്കില്ല. ഒക്കെ പടച്ചോ കാണണ്ടാവില്ല. ഇനി ഇവിടെ നിന്നാ ശരിയാവൂല. ഓളവിടെ കാത്തുക്കുണ്ടാവും. അപ്പൊ തെരയാട്ടം കഴിയട്ടരാക്കാം, എന്നിട്ട് കാണാം. നമ്മൾ
ദൈവത്തന്നെ വായിച്ചതുമാണ് രാഘവൻ ദൈവം എഴുതുന്നത്. ദൈവത്തെ കട്ടു തിന്നുന്നവർ മലം പോലെ ചീർക്കും. അവരെ തേടേണ്ടത് പുറത്തല്ല, അകത്തു തന്നെ. സതീശ, ഈ അറിഞ്ഞില്ല പൊൻവിളി അമ്പലത്തിൽ കള്ളം കയറിയത്. അമ്മേ, ഭണ്ണാരം പൊളിച്ചിട്ടുണ്ട്. പക്ഷെ കാര്യമായിട്ട് മുതലൊന്നും പോയില്ല. സതീശ, മണ്ണാർക്ക് പിടിച്ചേ. പൊക്കി, പൊക്കി, പൊക്കി. സാർ, ഒന്നിങ്ങ്. സതീശ, ഒന്നിങ്ങ്. തകിടിലെഴുതിയ കത്ത്. ദൈവത്തെ കട്ടുനിന്നവർ മലം പോലെ ചീർക്കും. അവരെ തിരിയേണ്ടത് പുറത്തല്ല, അകത്ത് തന്നെ. ഇന്ന് സ്വന്തം രാഘവൻ ദൈവം. ദൈവത്തെ കട്ടു തിന്നുന്നവർ മലം പോലെ ചീർക്കും. അവരെ തേടേണ്ടത് പുറത്തല്ല, അകത്ത് തന്നെ. രാഘവൻ ദൈവത്തിന്റെ ഒപ്പോടുകൂടിയ ഒറ്റവരിക്ക പല അമ്പലങ്ങളിൽ നിന്നും കിട്ടിത്തുടങ്ങി. മോഷണം നടന്ന അമ്പലങ്ങളിൽ പോലീസുകാർ കയറിയിറങ്ങിയിട്ടും കാര്യമായ തുമ്പൊന്നും ലഭിച്ചില്ല. എല്ലാ കത്തുകളും തുടങ്ങുന്നത് തന്നെ സകല ദൈവങ്ങളും വായിച്ചറിയുവാനെന്ന് പറഞ്ഞുകൊണ്ടാണ്. രാഘവൻ ദൈവത്തിന്റെ കത്തുകൾ നാട് മുഴുവൻ പരന്നു. ആളുകൾ അത് പാടിക്കൊണ്ടു നടന്നു. ഇതൊരു അടയാളമാണ്. അന്തർമാപ്പിളയെ കൊന്നത് രാഘവൻ തന്നെ. രാഘവൻ. എന്താണ് രാഘവ? സുഖമല്ലേ? വാ, എണീക്ക്. എണീക്ക. നിന്റെ ഒരു കളിയുണ്ടല്ലോ, ദൈവക്കളി. അത് ഞങ്ങൾക്ക് ഇന്നൊന്ന് നേരിട്ട് കാണണം. അതിനുള്ള സംവിധാനമൊക്കെ ഞങ്ങൾ അങ്ങ് ഒരുക്കിയിട്ടുണ്ട്. വാ, നടക്കണം. എന്താ സാറേ കേസ്? ആളെ കൊന്നിട്ട് നിന്ന് ചതക്കുന്നതാണ്. അഗസ്ത്യർ വർമ്മ തിറൈവുകോ തലയും കഴുത്തും വരെ 25 മർമ്മം, കഴുത്ത് മുതൽ പൊക്കൾ വരെ 45.
മാഞ്ഞു പോയതിന്റെ 3-ാം നാൾ എസ്ഐക്ക് രാഘവൻ ദൈവത്തിന്റെ കത്ത് വന്നു. മണൽ കൊണ്ട് കയർ പിരിക്കും തോഴ, അതുകൊണ്ട് തോണി വലിക്കാനാകുമോ എന്നായിരുന്നു ആ കത്തിൽ എഴുതി വെച്ചിരുന്നത്. മുറുക്കി ചുവപ്പിച്ച ഏതോ നാടോടി സ്ത്രീയാണ് കത്തെത്തിച്ചത് എന്ന് മാത്രമാണ് പോലീസിന് കിട്ടിയിരുന്നത്. എന്നാ ഞാൻ ആ സ്ത്രീയെ തിരക്കി ഇറങ്ങി. ഭൂതത്തിലും ഭാവിയിലും വർത്തമാനത്തിലും ഇല്ലാത്ത ഒരാളെ പോലെയായിരുന്നു അവർ. എവിടം വരെ എത്തി അന്വേഷണം? രാഘവനെ പിടിക്കുന്നവരെ സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ ബാഹുലേട്ടനെ കൊണ്ട് സാധിക്കും? അറിയില്ല. സാധിക്കും. ആ രാഘവനെ പിടിക്കുന്നത് വരെ ഊണിലും ഉറക്കത്തിലും അത് മാത്രമായിരിക്കണം ചിന്ത. ബാഹുലേട്ടൻ രാഘവനെ പിടിക്കുന്ന ദിവസത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. പിടിച്ചാൽ മാത്രം പോരെ സുമതി, കാര്യകാരണ സഹിതം തെളിവിനോടെ ഹാജരാക്കണം. എല്ലാ പോലീസുകാരും തെരയുന്നതേ രാഘവനെയാണ്. എന്നാൽ ഞാൻ തെരയുന്നതേ തെളിവുകളെയാണ്. എങ്ങനെ കൊന്നു, എന്തിനു കൊന്നു, അതിനുള്ള ഉത്തരം കിട്ടണം. പക്ഷേ ആളുകൾ അതൊക്കെ പറയുന്നുണ്ടല്ലോ. നാട്ടുകാർ ഒരു കഥയും പറയും സുമതി. കേസ് ജയിക്കാനേ തെളിവ് വേണം. ഇല്ലെങ്കിൽ രാഘവൻ തന്നെ വന്നു പറയും, രാഘവനെ പൂട്ടാണ് തെളിവ് വേണം സാറ്, തെളിവ്. അതിനർത്ഥം അയാൾക്കെതിരെ തെളിവാണെന്നല്ല, മറിച്ച് കേസ് അന്വേഷിക്കുന്ന പോലീസിന്റെ തലയിലെ തെളിച്ചം വേണമെന്നോ. തെളിച്ചം. പല മോഷണ കേസിൽ ഞാൻ അയാളെ പൂട്ടിയപ്പോഴും ഇത് അയാൾ എന്നോട് ആവർത്തിച്ച് പറഞ്ഞതാ, രാഘവനെ പൂട്ടാനേ തെളിവ് വേണം സാറ്, തെളിവ്. അയാൾക്ക് തെളിച്ചാൻ വേണമെന്ന് തെളിച്ചം, അവനെ തെളിച്ചാൻ വേണമെന്ന് തെളിച്ചം, അവനെ തെളിച്ചാൻ വേണമെന്ന് തെളിച്ചം, അവനെ തെളിച്ചാൻ വേണമെന്ന് തെളിച്ചം, അവനെ തെളിച്ചാൻ വേണമെന്ന് തെളിച്ചം, തെളിച്ചാൻ വേണമെന്ന്. ദൈവത്തിന്റെ ഉടവാളാണിത്, മുറിയാതെ സൂക്ഷിക്കുക എന്ന് രാഘവൻ ദൈവം. ഒടുവിൽ എനിക്ക് കിട്ടി ദൈവത്തിന്റെ മുദ്രയിലുള്ള മുറിക്കുത്തുപ്പിയ കത്ത്. ദൈവത്തിന്റെ ഉടവാളാണിത്, മുറിയാതെ സൂക്ഷിക്കുക. കുറച്ച് വെള്ളം എന്താ? മുറുക്കാന്റെ മണം സുമതി. വെള്ളം ഒഴിക്കൂ, വെള്ളം ഒഴിക്കൂ. മുറുക്കാന്റെ മണം പോകുന്നില്ല. ശരിക്കും വെള്ളം ഒഴിക്കൂ സുമതി. രാഘവന്റെ മണം പോകുന്നില്ല സുമതി. വെള്ളം ഒഴിക്കൂ, വെള്ളം ഒഴിക്കാനാ പറഞ്ഞേ. വെള്ളം ഒഴിക്കൂ സുമതി. സുമതി.
നമ്മളോട് പൊറുക്കണം. ഇല്ലെങ്കിൽ കബറിൽ മനസ്സമാധാനം കിടക്കാൻ കഴിയില്ല. അന്ത്രോ നമ്മളെന്റെ പാപ്പിയാ, ഈ എന്റെ ചോരയാ. ചോര കരമാവും, ജലമാവും, ആവിയാവും. എന്റെ പടച്ചോനെ, രാഘവ, ഇത്ര കാലായിട്ടും അനക്ക് ഞങ്ങളോടുള്ള ദേഷ്യം തീർന്നിട്ടില്ല രാഘവ. എന്തിനു ദേഷ്യം? പാപപുണ്യങ്ങളിലോ പിതൃത്വത്തിലോ ആണത്വത്തിലോ വിശ്വസിക്കരുത്. എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. ഉള്ളതാണോ രാഘവ? നമ്മള് അന്യോന്യ തൊട്ടുണ്ട് രാഘവ. രാഘവ, നേരമായി കാലം തിരിയുന്ന നേരമായി. നേരമായി നേരമായി. ഈ വേഷം കെട്ടി കെട്ടി നമ്മൾ മടുത്ത്. ഇത് അഴിച്ചു കളയാനുള്ള സമയമായി. तल तल में बसता है खुदा, भेद ना कर क्या हिंदू मुसलमान. ज्ञानी है तो खुद को जान, यही है साहिब से पहचान. यही है साहिब से पहचान. സമയത്തിനും മരണത്തിനും ജാതിയോ മതമോ ഇല്ല. വരൂ മകനെ, കാലത്തിന്റെ മടിയിലേക്ക്, മരണത്തിന്റെ തോട്ടത്തിലേക്ക് വരൂ. അത്തറിന്റെയും കടുകെണ്ണയുടെയും മണം. മാതാവ് പുണരും പോലെ കബറിലെ മണ്ണ് മനുഷ്യനെ ഇറുക്കി പുണരും. മാതാവ് പുണരും പോലെ കബറിലെ മണ്ണ് മനുഷ്യനെ ഇറുക്കി പുണരും.
നിന്റെ